അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ അഫ്ഗാനി പ്ലവ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറിൽ വെക്കുന്ന കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ബലിയാൽത്തിരിടണം, കുറച്ച് കെത്തരണം, 3 ഏലക്ക ഇടണം, ചെറിയ സാജീരകം, പൂ, കുറച്ച് കുരുമുളക് അതിനിട്ട് പിന്നെ 3 ഉള്ളി എടുത്തിന് സവള അതിനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതിനിടണം. അതിന് പാട്ടം വന്നാൽ പിന്നെ കുറച്ച് കായനായി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതിനെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല പിന്നെ എരിവിനനുസരിച്ചിട്ട് കുറച്ചില്ലേ പച്ചമുളക് മുറിച്ചിട്ട് ഇടണം, കീറ്റാക്കിയിട്ട്. പിന്നെ അതിൻ്റെ മണം മാറിയ പിന്നെ നല്ല അതിനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ട് വേണം. പിന്നെ അത് ഈ കളറായി പിന്നെ ഞാൻ ഇറച്ചി കയറ്റി വെച്ചിട്ടില്ല, മട്ടൻ ചെന്നി കിട്ടിയിട്ട് വെച്ചിന്, ആ മട്ടനിൽ കിട്ടിയിട്ട് കൊടുക്കണം. നോക്കി ഇതേമാതിരി ഇതിന് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി നോക്കി ഇതിന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇറച്ചിൻ്റെ വെള്ളം വരുന്നല്ല, അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. ഞാൻ മൂടിയിട്ട് വെച്ചു. പിന്നെ 3 വിസിലായി. പിന്നെ ഞാൻ തുറന്നിട്ട് നോക്കിയേ, ഇറച്ചി നല്ല വെന്ത് കിട്ടീന് നോക്കാമല്ലോ. ഇതേമാതിരി അത് നല്ല ഒടിഞ്ഞിട്ട് കിട്ടീന് ഇറച്ചി. ഇങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ട് കുറച്ച് പിന്നെ തിളച്ച വെള്ളം ഒഴിക്കണം, അരിക്ക അനുസരിച്ചിട്ട്. ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിന്, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. പിന്നെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കുക്കറിൻ്റെ ചുറ്റിയിടം കയ്യല്ല അങ്ങനെ മൂടിയിട്ട് വെക്കണം. പിന്നെ ഒരു സൈഡിൽ ഞാൻ ക്യാരറ്റ് എടുത്തിന്, അതിന് നെയ്യ് ഇടണം. നെയ്യ് ഇട്ടിട്ടില്ലേ 1/2 കിലോ ക്യാരറ്റ് എടുക്കണം. 3 ഗ്ലാസ് അരിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടാകും. ഈ ക്യാരറ്റിൻ്റെ ഡബൽ എടുക്കണം. പിന്നെ പറങ്ങട്ടയും എനിക്ക് മുന്തിരി 1 സ്പൂണില്ലേ പഞ്ചസാര ഇടണം. അതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. കുറച്ച് പാട്ടം വന്നേ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ഇല്ല ഇതിൻ്റെ ഡവൽ എടുക്കണം. എൻ്റെ കയ്യിലുണ്ടാകും 3 ക്യാരറ്റ്. പിന്നെ ഇതിലേക്ക് മറിച്ച് കൊടുക്കണം. ഈ ചോറ്റിനെ മിക്സ് ആക്കിയിട്ട് നോക്കല്ല, ചോറ് വെന്ത് കിട്ടീന്. വെന്ത് പിന്നെ വറുത്തിട്ട് വെച്ച ക്യാരറ്റും പറങ്ങട്ടയും ഉണക്കമുന്തിരി ഇല്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. കുറച്ച് കൊത്തുമീർ ഇടണം. കുറച്ച് കൊത്തുമീർ ഇട്ടിട്ടില്ലേ പിന്നെ ചോറ്റിനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഒരിക്കൽ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ്, അടിപൊളി. ക്യാരറ്റും പറങ്ങട്ടയും മുന്തിരിയും വറുത്തിട്ട് വെച്ചിട്ടില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ നെയ്യ് ഒഴിക്കണം. കുറച്ച് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നോക്കി ഇതേമാതിരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ്. പുതിയതായിട്ട് ആരും കാണുന്നു ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. എന്തായാലും നിങ്ങൾ ലൈക്ക് ആക്കണം, സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ആക്കിയിട്ട്.